യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവന് ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്നാൽ അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയാനോ. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രമിക്കും. അങ്ങനെ ഒരാട്ടും പെറ്റവും ഒരു ഇളയിനരാകും. കർത്താവിന്റെ സുവിശേഷം. ഞങ്ങളെ എന്നും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ഇന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെവരെയും ഒരു കുടുംബമായി ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ വിൻസൈ സാമുവൽ പിതാവിനെ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 75 വർഷക്കാലം അങ്ങ് പിതാവിൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം പിതാവിലൂടെ ഞങ്ങളുടെ രോഗിയായ കുടുംബത്തിനും സഭയ്ക്ക് മുഴുവനുമായി ഉണർന്നു നൽകിയ എല്ലാ കൃപാവരങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പിതാവിലൂടെ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുവാനും പിതാവിന്റെ ബലിയർപ്പണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാനുമുള്ള കൃപ ചൊരിയണമേ. അതോടൊപ്പം രൂപതാ മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഒരിടയിലും ഒരാട്ടും പറ്റും എന്ന പോലെ ഐക്യത്തിലും കൂട്ടായ്മയിലും സ്നേഹത്തിലും ശക്തിപ്പെടുവാനോ അങ്ങയുടെ പ്രകാരം ഒരു സമൂഹമായി മുന്നേറുവാന് ഞങ്ങളെ ഓരോരുത്തരെയും നേരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. കാവൽ മലാഖമാരുടെ കരുതലും സകല വിശുദ്ധരുടെ മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളുടെ കൂട്ടായി ഉദാഹരണമായി. കർത്താവായ ക്രിസ്തു വഴിയും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. നന്മ നിറഞ്ഞു മറിയുന്നു സ്വസ്തി. കർത്താവനാടി കൂടെ സ്ത്രീകളിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവളാകണം. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശുവിനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമിലെ തമ്പുരാന്റെ അന്നെ പാപികളായവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ദയచేയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മളെല്ലാവരും സന്തോഷം 44 വയസ്സിൽ കേരള സഭയുടെ ഏറ്റവും പ്രായമായ മെത്രാനായി നെയ്യാറ്റിൻകര രൂപതയുടെ ആദ്യ മെത്രാനായി ചുമതല ഏറ്റെടുക്കുകയും 29 വർഷം രൂപതയിൽ കെട്ടി പടുത്തി ഉയർത്തി ബാലിശ്ശേരിയ എല്ലാ ഫലത്തിലും ഒരു പക്വതയാർന്ന രൂപതയായിട്ട് രൂപാന്തരപ്പെടുത്തുവാനും അതിൻ്റെ നിറവിൽ 75ാം ജന്മദിനം ആഘോഷിക്കാൻ അനുഗ്രഹം ദൈവം നൽകുകയും ഡിസംബർ മാസം 19 തീയതി പൗരോഹിത്യത്തിലെ 50ാമത്തെ വർഷം ആചരിക്കുന്നതിലേക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ അയോമ്യ പിതാവിന്റെ ജന്മദിന ആഘോഷ വേളയിലാണ് നാം ആയിരിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, വിൻസന്റെ ജന്മദിനം ഞാൻ ആഘോഷിക്കും. ഞാൻ പറഞ്ഞു, ആഘോഷിക്കും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുന്നത്, ജന്മദിനം വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കഴിഞ്ഞ 75 വർഷം ദൈവം നൽകിയ കൃപകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വീണ്ടും ചൊരിക്കേണ്ട കൃപകളും അനുഗ്രഹങ്ങളും ലഭ്യമാക്കിയെടുക്കേണ്ട വലിയ ഒരു സുന്ദരമാണ് 75ാം ജന്മദിനം എന്നത്. പലരും ആഗ്രഹിക്കാറുണ്ട് 75 ആഘോഷിക്കുന്നു എന്നാൽ പലർക്കും സാധിക്കില്ല. ഇന്ത്യയുടെ പശ്ചാത്തലത്തിന് ഒരു പുരുഷന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 70 അല്ലെങ്കിൽ 71 വയസ്സ്. വളരെയേറെ സോഷ്യൽ സെക്യൂരിറ്റിയും ഹെൽത്ത് സിസ്റ്റവും ഒക്കെ ഉള്ള
ജർമ്മനിയിൽ 75-76 വർഷമാണ് ഒരു പുരുഷന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കവിഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ കിട്ടിയ നല്ല നല്ല ഉണർവ്, നല്ല നല്ല അടിത്തള ആ ജീവിതത്തിലുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അഭിനന്ദിപ്പിനാല് ദൈവം ദാനമായി പുലർത്തിയ ഈ ജീവൻ എന്നുള്ള ഗിഫ്റ്റ്, ദോൺ, ആ ഗിഫ്റ്റ് അത് സ്വയത്തമായി പറയുമ്പോൾ ആ ജീവൻ എന്നുള്ള ആ ദൈവികമായ ജ്ഞാനം അത് എന്റേതായിട്ട് സൂക്ഷിക്കേണ്ടതല്ല, അത് മണ്ഡപം കൊടുക്കേണ്ടതാണ്. ഗിഫ്റ്റ് ദോണും എപ്പോഴും മണ്ഡപം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവം തന്റെ ജീവൻ നൽകുന്നു. അത് ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൊടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ നമ്മളെല്ലാവരും നമ്മുടെ ജീവനെ കൊടുത്തു നിൽക്കുമ്പോഴാണ് ജീവന്റെ പരിപൂർണത ഉണ്ടാകുന്നത്. അങ്ങനെയും കർത്താവ് നൽകിയ ആ ദിനം, ജന്മം, അതൊരു ദാനമായിട്ട് സ്വീകരിക്കുകയും ദാനമായിട്ട് ജനങ്ങൾക്ക് നൽകുകയും പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര രൂപതയ്ക്ക് വേണ്ടി നൽകുകയും ചെയ്തുകൊണ്ട് കടന്നു വന്ന പാതകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖമായിരുന്നു, സന്തോഷമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ജീവിതത്തിന് ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ സുഖം കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പോൾ ദുഃഖത്തിലൂടെ അല്ലെങ്കിൽ സകലത്തിലൂടെ സ്നേഹം കണ്ടെത്തുന്ന ഒരു ദൈവികതയാണ് നമ്മുടെ ദൈവികത. നമ്മുടെ അങ്ങനെ തന്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാനും സകലത്തിന് ജീവനായിട്ട് മാറ്റി ജീവിതമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത അഭിനന്ദ പിതാവാണ് നെയ്യാറ്റിൻകര രൂപത റൈറ്റ് ഡോക്ടർ വിൻസെന്റ് സാം. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. ഇനി ദീർഘനാൾ അദ്ദേഹം ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്റെ ആഗ്രഹം ഇനി ഒരു 50 വർഷം കൂടെ ജീവിക്കണമെന്നതാണ്. കാരണം ഇത്രയും തഴക്കവും പഴക്കവും ദൈവിക ജ്ഞാനവും ബോധ്യമുള്ള 75 വയസ്സ് കഴിഞ്ഞ പിതാക്കന്മാർ അതിനൊന്നും ഇല്ലെന്നുണ്ട്. ദൈവിക ജ്ഞാനം ഇനി പുറത്തു വരുന്നത് ഒരുപക്ഷെ ഒരു സ്ട്രക്ചർ മുന്നോട്ട് കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരിക്കാം. സ്ട്രക്ചർ വിട്ട് ഈ ദൈവിക ജ്ഞാനം പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇനി ഒരു പറയുന്നത്. അപ്പോൾ സമൂഹത്തോട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ, ജ്ഞാനം സംസാരിക്കുവാൻ, വീണ്ടും ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുവാൻ, ക്രിസ്തുവിന്റെ ആ ഭാര്യയിൽ ആ വഴിപാടിലോട് നയിക്കുവാൻ അദ്ദേഹത്തിന് ഇനിയും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ എല്ലാതരമായ ആശംസകളും ഞാൻ സ്നേഹിക്കുകയാണ്. ഈ തന്നെ കൊള്ളുന്ന വേദിയിലേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെ പിന്തുടർച്ച അവകാശത്തോടുകൂടി നമുക്ക് വേണ്ടി ഒരു കോഡ്ജത്തൂർ ബിഷപ്പിനെ ലഭിച്ചിട്ടുണ്ട്. ദൈവം നൽകുന്ന അദ്ദേഹം കഴിഞ്ഞ 29 വർഷം അഭിയുടെ പിതാവിനോടൊപ്പം രൂപതയിലെ തന്റെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് ചാൻസലറായി, വിദ്യാഭ്യാസ ഡയറക്ടറായി, അജപാലന ഡയറക്ടറായി, പിന്നീട് അദ്ദേഹം ഇവിടത്തെ ജുഡീഷ്യൽ ഫിഗറായി എല്ലാ കാര്യങ്ങളിലും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിലേക്ക് വേണ്ടി അതിന്റെ പിതാവിന്റെ ഒപ്പം നിന്ന് സഹായിച്ച വ്യക്തിയാണ്. ഇനി അധിക കാര്യങ്ങളും അദ്ദേഹത്തിന് പഠിച്ചെടുക്കുന്നതായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പഠിച്ച കാര്യങ്ങളും കേട്ട കാര്യങ്ങളും അനുസരിച്ച് ഈ രൂപതയോടെ മുന്നോട്ട് നയിക്കുവാനും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈ ജന്മദിനത്തിന്റെയും എല്ലാവിധ മനോലകളും ആശംസിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡ്ജത്തൂർ ബിഷപ്പിനെ ഞാൻ സ്വാഗതം. വൈദികരുടെ വേദിയായാലും ഇവിടെ ജന്മദിന ആശംസകളിലേക്ക് എഴുതിയിരിക്കുന്നത് വലിയ ബഹുമാനപ്പെട്ട ജോസഫ് അഗസ്റ്റിൻ അൻസനാണ്. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, അദ്ദേഹം ഒരു ചിന്തകനാണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും തന്റെ ആശയങ്ങളെ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതൊരു ആദിശ്യമിന്റെ കാര്യത്തിൽ കൊണ്ടുകാറില്ല ഏറ്റവും. അപ്പോൾ തനിമയാർന്ന കാര്യങ്ങൾ തനിയോടുകൂടെയും ശ്രദ്ധയോടുകൂടെ പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനും അത് ദൈവത്തിന്റെ തന്നെയാണ്. അദ്ദേഹം
കാട്ടാക്കട ഫൊറോന പുകേലിയാണ്. വാട്സൺ കോളേജിലെ പ്രൊഫസറാണ്. കലാമുന ഫ്ലോബാറ കേരളത്തിലെയും ഇടപെടുന്ന പുകേലിയാണ്. ഏതൊരു കാര്യത്തിലും വൈദികരോടും പ്രധാനമാരോടും സ്നേഹം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ മോട്ടീവ് വ്യക്തമായിട്ട് പറയപ്പെടുകയാണ്. വൈദികരെ പ്രതിനിധീകരിച്ച് ഇവിടെ ഒരു ജന്മദിന ആശംസ എത്തിക്കാൻ മേഖലയിലായിരിക്കുന്ന വലിയ അയ്യമാന ഫാദർ ജോസഫ് അഗസ്ത്യ എല്ലാവരും സ്വാഗതം ആശംസിക്കുകയാണ്. സിസ്റ്റർ അദ്ദേഹം രൂപത വിട്ട് പോകില്ല എന്ന ഉറച്ച തീരുമാനമായിരിക്കുന്നവർക്ക് ഒരു കവിതയ്ക്ക് ഒരിക്കൽ കുണ്ടങ്കോടായിരിക്കും, പിന്നെ കല്ലറയായിരിക്കും, പിന്നെ കത്തിത്തറയായിരിക്കും. ഈ രൂപതയെ അറിയാവുന്ന ഒരു മെത്രാന്മാരെ അറിയാവുന്ന ഒരു ബന്ധി, പ്രത്യേകിച്ച് അഭിനയ പ്രിൻസി സാമൂഹികമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി. എന്തുകൊണ്ടും ഇന്നത്തെ ഈ ജന്മദിന സന്ദേശം സിസ്റ്റേഴ്സിന്റെ പ്രീതിയെ അറിയിപ്പിൽ പറ്റിയ ഒരു വ്യക്തി സിസ്റ്റർ ഷീബ കുറിച്ചാണ്. അദ്ദേഹത്തിന് ഞാൻ സ്നേഹം സൂചിച്ചു. ഇവിടെ ഇരിക്കുന്ന വൈദിക അഭിനന്ദ ഏകദേശം ഒരു 60-ലധികം വൈദികർ പൗരപ്പെട്ട സീസസ് വരാൻ അദ്ദേഹത്തിന് ഇന്നും ഇവിടെ ആയിരിക്കുന്ന വൈദികർ, വരാൻ സാധിക്കാത്ത വൈദികർ, നിങ്ങളെല്ലാവരെയും വിഷ്ണുവന്മാരുണ്ട്, ഫിറോയിലെ പുരാരിമാരുണ്ട്, വൈദികർ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. സിസ്റ്റേഴ്സ്, നിങ്ങൾ രൂപതയുടെ എല്ലാമാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അടിയുറച്ചു വെച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹം പ്രചരിപ്പിക്കുവാനും രൂപത എന്നൊരു നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറ്റത്തിലേക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. തീർച്ചയായും നിങ്ങൾ അതിന്റെ പിതാവ് ഇവിടെ മെത്രാനായ സ്ഥലത്തുള്ള സിസ്റ്റേഴ്സ് അറിയുന്ന എണ്ണത്തില്ല. 3, 5 അല്ലെങ്കിൽ 10 വർഷം കഴിയുന്ന സമയത്ത് മാറി നോയും വരുന്നവരാണ്. അതിലേക്കെല്ലാം പുതുമയാണ്. കുറച്ച് കേൾപ്പുകൾ ഉണ്ടാകും. ഏതായാലും പുതുമയായിട്ട് വരുന്ന സിസ്റ്റേഴ്സ് നമ്മുടെ രൂപതയുടെ ആ ശുശ്രൂഷ മനോഭാവനൊക്കെ പ്രവർത്തിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം പ്രവർത്തനം എല്ലാം ഒന്നാണ്. അത് ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിനെ കൊടുക്കുക, ആ ഒരു ദൗത്യം പ്രവർത്തിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സ് ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിതാവിനെ നമുക്ക് നന്മകൾ നേരാം. അതേ ആരോഗ്യത്തോടെ ക്രിസ്തുവിനുള്ള ബോധവും ആ ദൈവികമായി കാണുക ജനങ്ങളോട് ലോകത്തോട് പറയുവാൻ കഴിയുന്ന കൽപ്പുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സുവിശേഷ വൽക്കരണത്തിൽ തുടർന്ന് മുന്നോട്ടുള്ള ശക്തികളുടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിച്ചുകൊള്ളും. എല്ലാവരും കൂടി സ്വാഗതം. ജന്മദിനം ആഘോഷിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ പിതാവേ, ഇന്ന് പിതാവിന് ആശംസ സമർപ്പിക്കുവാനായിട്ട് വരിയിലായിരിക്കുന്ന പ്രിയങ്കരനായ റവറൻഡ് ഫാദർ ജോസഫ് അഗസ്റ്റിൻ ആശംസകൾ അർപ്പിക്കുവാനായിരിക്കുന്നു സിസ്റ്റേഴ്സിന്റെ ഭാര്യയായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീബ, പ്രിയപ്പെട്ട വിക്കർ ജനറൽ മൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ, നമ്മുടെ പ്രിയങ്കരനായ മൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ്, മൺസിഞ്ഞോർ വി പി ജോസിച്ച, പ്രിയപ്പെട്ട മൺസിഞ്ഞോർ അൽഫോൺസ് ഗ്രിഗോരിയച്ച, പ്രിയപ്പെട്ട ചാൻസലർ ജോസ് റാഫേലച്ച, ഇവിടെ ആയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട വൈദിക സഹോദരന്മാരെ, ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സന്തോഷകരമായ ഈ ഒരു ദിനത്തിലാണ് നമ്മൾ ഇന്നലെ രാവിലെ തുടങ്ങിയുള്ള ചെറുതും വലുതുമായ ആഘോഷങ്ങളില് പിതാവിനോടൊപ്പം പങ്കുചേരുകയാണ് ഞാൻ. ഇന്നലെയും ഞാൻ ആറയൂര് ഇടവകയിൽ വെച്ച് നടന്ന മനോഹരമായ ലളിതമായ അനുമോദന
സമ്മേളനത്തിൽ സംസാരിച്ചതാണ്. ഞാൻ പിതാവിനെ കാണുന്നത് 47 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാൻ മാനേഴ്സ് ബാങ്കിൽ ചേരുന്ന വർഷം തുടങ്ങി. പിന്നീട് നോക്കുമ്പോൾ വിവിധ ഇടവകകളിൽ വെച്ച് കാണുവാനും പരിചയപ്പെടാനും, പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന അന്ത്യപ്പോൾ ഈ ഇടവകകളിൽ വെച്ചുള്ള ഞങ്ങളുടെ അന്നത്തെ മേജർ സെമിനാരിയൻസിൻ്റെതായ ഒരു മീറ്റിംഗ് മൻസിനറെ ജോർജിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അവിടെ വെച്ച് യുവവൈദികനായ ഫാദർ ബെൻസൺ സാമുവൽ എത്ര തീക്ഷ്ണതയോടെ എല്ലാവരും ഇടപെട്ട് സംസാരിച്ച് സുഹൃത്ത് ബന്ധം അമർത്തി അന്ന് ആയിരുന്നു ആ പള്ളിമേട, ചെറിയൊരു പള്ളിമേട. അവിടെ ആയിരുന്ന ആ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടോ? എപ്പോഴും ഹൃദയാർന്ന ഒരു പെരുമാറ്റം, ബേസിംഗ് ആണ് അതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ നോക്കുമ്പോൾ വർഷങ്ങൾ കടന്നു പോവുകയാണ്. എൻ്റെ ഓർഡിനേഷൻ നടക്കുന്നതിന് തൊട്ട് മുൻപാണ് പിതാവ് 1987 ഡിസംബർ മാസം ആദ്യം പിതാവ് റോമിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ശേഷം മടങ്ങി വരിക. അപ്പോൾ എൻ്റെ ഓർഡിനേഷൻ ഡിസംബർ 23-ാം തീയതി പ്രസംഗിച്ച ഡോക്ടർ പിതാവാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ എപ്പോഴും വളരെ പച്ചപിടിച്ച് നിൽക്കുന്ന ഓർമ്മകളാണ് എൻ്റെ പൗരവിദ്യ ജീവിതവുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹം അങ്ങ് പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ അങ്ങനത്തെ രീതിയിൽ നമ്മുടെ കാസറ്റിലൊക്കെ ഇട്ട് കേൾക്കുന്ന ഞാൻ ആദ്യത്തെ ഇടവകയിൽ മുതിയാവളെ കുറിച്ച് ഇപ്പോഴും നിരന്തരം കേൾക്കുമായിരുന്നു. വളരെ ബിബ്ലിക്കലായിട്ട് അദ്ദേഹം പറഞ്ഞ വചനങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നീട് ഞാൻ പഠനം കഴിഞ്ഞ് വന്ന കത്തീഡ്രൽ വികാരിയായിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം. അപ്പോൾ അഭിനന്ദ പിതാവ് മെത്രാനെന്ന രീതിയിൽ അറിയാൻ ചാൻസലറാണ്. അന്ന് ഞാൻ ആ കൊഹദ്ബലി 25 വർഷത്തിൻ്റെത് അവിടെ ആഘോഷിക്കുമ്പോൾ അഭിനന്ദ പിതാവാണ് ഈ സുവിശേഷ പ്രസംഗം നടത്തിയത്. പിന്നെ എൻ്റെ മനസ്സ് അല്ലല്ല, ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞതാണ് പച്ചപിടിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ ഓർമ്മ. അപ്പോ പിതാവിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയാനുണ്ടാവും. അപ്പൊ അതില് ഒരുപക്ഷെ മറ്റാർക്കും ഒരു അവകാശപ്പെടാനില്ലാത്ത വലിയൊരു അവകാശമാണ് എന്നെ മെത്രാനായി അഭിഷേകം നമ്മുടെ പിതാവാണ്. അപ്പൊ എങ്ങനെ എന്റെ വൈദിക ജീവിതത്തിലും മെത്രാൻ ശുശ്രൂഷയിലും എല്ലാം ഏറെ അടുത്തു നിന്ന് എനിക്ക് എല്ലാം ചെയ്തു അമിത വൈകി വരെയുള്ള വലിയ സ്നേഹം വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വരുന്ന ഈ വാർത്ത അറിഞ്ഞതും തുടങ്ങിയുടെ ഫെബ്രുവരി 1-ാം തീയതി 2-ാം തീയതി. അപ്പൊ 2-ാം തീയതി ഞാനിവിടെ ഇപ്പോഴായിരിക്കും വരെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ശ്രദ്ധയോടുകൂടെ ഒരു കൊച്ചു കാര്യങ്ങൾ പോലും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഞാൻ സുഖമായി സന്തോഷമായി ശുശ്രൂഷ ചെയ്യണമെന്ന താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്യാം. ഞാനിത് പറയുന്നത് എൻ്റെ ഒരു കാര്യം പറയുന്നതിനുണ്ട്. എല്ലാവരോടുമുള്ള ഒരു കരുതലിൻ്റെ ഒരു വലിയ അഭാവം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയ കാര്യമുണ്ട്. ഇതവണയുടെ എറണാകുളത്തേക്ക് മീറ്റിങ്ങിനായിട്ട് പോകുമ്പോൾ അന്ന് കേരള സൊസൈറ്റിയുടെ മീറ്റിംഗ് അവരെന്നെ വിളിച്ച് ആദരിക്കാൻ ഈ കൊല്ലത്തിന് മീറ്റിംഗ് അതിന് പോകുമ്പോൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഞാൻ ഏതാണ്ട് കുറച്ച് ദൂരമാകുമ്പോൾ തന്നെ എന്തൊരു എത്തി എന്ന് ചോദിക്കാം. ഫോൺ വിളിച്ച് ചോദിക്കുന്നു എപ്പോഴത്തിന് എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും എന്നൊക്കെ ചോദിക്കാൻ കഴിയുന്ന ആ ഒരു മനസ്സിന്റെ വലിപ്പം നമുക്ക് ഹൃദ്യത നമുക്ക് നമ്മളൊരു ഇടവകയിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് നമുക്ക് ഒരു പക്ഷേ നഷ്ടമാകുന്നു പറയുന്നത് ഇന്ന് നഷ്ടമാകുന്നില്ല എന്നൊരു ബോധ്യം നമുക്ക് വരുന്ന നല്ല ഓർമ്മകളാണ് ഇതൊക്കെ. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച യാത്രയാണ് വന്നത്. തിങ്കളാഴ്ച പോയിട്ട് ഞങ്ങൾക്ക് മെത്രാന്മാരുടെ ധ്യാനമായിരുന്നു. അതായത് പ്ലാത്താങ്കര തിരുനാളൊക്കെ ഉണ്ടായിരുന്ന അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വന്നു. ഞാൻ പങ്കെടുത്തില്ല. പക്ഷെ
പക്ഷെ ഞാൻ അവിടെ ഉയർന്നപ്പോൾ എനിക്ക് ട്രെയിൻ വൈകി മനസ്സിലാകുമ്പോൾ ഞാൻ അവിടെ വെച്ച് ധ്യാന അസംബ്ലി കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലായിരുന്നു. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഇവിടുന്ന് പോകുന്ന ആള് ഞാനാണ്. വേറൊരു പിതാവ് കൂടെ ഉണ്ടായിരുന്നു, മാനന്തവാടി പിതാവ് ജോസ് പൊരുന്നേ പിതാവ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചായ കുടിക്കാൻ തോന്നി പിതാവ് വന്നു. ഇവിടെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് അടുത്ത് നമ്മുടെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടില് വന്നു. അവർ മൂന്നുപേരും കൂടെ അവിടെ ഇരിക്കുമ്പോൾ പിതാവിന്റെ ജന്മദിനത്തെ കുറിച്ചുള്ള ചർച്ചകളായി. അപ്പോഴേ ജോസ് ബെർണേഡം പിതാവ് എന്നോട് പറഞ്ഞു, വിൻസെന്റ് സാമുവൽ പിതാവിനെ 75 വയസ്സുകളിൽ കണ്ടാൽ കൊന്നുകയും വരുന്നു. ഇതെന്താണ് ഇതിന്റെ രഹസ്യം? അപ്പൊ ഞാൻ പറഞ്ഞു, മനസ്സിന്റെ ലാലത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏത് വലിയ വിഷയങ്ങൾ വന്നാലും വലിയ ടെൻഷൻസ് ഉള്ളിൽ എടുത്തു പോകുന്ന ഒരു ശൈലിയില്ല എന്നെനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോഴ് റാഫേൽ പിതാവ് ഉൾപ്പെടെ പറഞ്ഞു, അത് ശരിയാണ്, അത് എപ്പോഴും വളരെ പ്ലീസിങ് ആയിട്ടുള്ളതിൽ വരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഈ വിൻസെന്റ് 125 വയസ്സ് വരെയാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ കൂടിയാലും എനിക്ക് അത്ഭുതമില്ല. അപ്പൊ അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതിന്റെ ശുശ്രൂഷകളെ കുറിച്ച് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ചരിത്രം പോലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിക്കർ പോലുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അതിനൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു സഭയുടെ സംവിധാനാവലി നമ്മുടെ രൂപതയുമുണ്ടോ, ഉപദേശിക സമിതികൾ, മറ്റ് ശുശ്രൂഷ സമിതികൾ, ഇതൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റീവാകുക എന്നൊക്കെ നമ്മൾ സാധാരണ. അപ്പൊ അതിലെല്ലാം വളരെ ക്ലീനായിട്ട് കൃത്യമായിട്ട് വേണമല്ലോ അനുശാസിക്കുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു രൂപതയാണ് നമ്മുടേത് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം സാക്ഷ്യപ്പെടുത്താനായപ്പോ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ ഞാൻ പല ശുശ്രൂഷകളില് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇവിടം വിട്ട് പറയുമ്പോൾ, നമ്മൾ ഇടവേളയിലായിരിക്കുമ്പോൾ പിതാവ് അവിചാരിതപ്പെട്ട ഒരു യാത്രാക്കിടയിൽ പെട്ടെന്നൊന്ന് വിളിക്കൽ അവിടെ ഉണ്ടോ എന്ന് പറയും. 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ മേടയിൽ കണ്ടിവെച്ചു എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഹൃദ്യത, സന്തോഷം. അപ്പൊ നമ്മളെ കാണാൻ വരും, നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. നമ്മള് ഇടവകളിലായിരിക്കുമ്പോൾ നമ്മള് അറിയാനായിട്ടുള്ള താല്പര്യം. അപ്പോഴേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരുപാട് നമുക്ക് ഓരോ കാര്യങ്ങളോട് അടുക്കുമ്പോഴാണ്. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് പണ്ട് ഞാൻ ചിന്തിച്ചതുപോലെ നല്ല ഇങ്ങോട്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ചിന്തിക്കുന്നു വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് വളരെ പ്രയാസപ്പെട്ട് പല ഉപദേശങ്ങളോടും ഒക്കെ ചോദിച്ച് ഒക്കെ അങ്ങനെ മനസ്സ് പുഴകിലെന്ന് പിതാവ് ഞാൻ കണ്ടിട്ടുണ്ട്. പിതാവ് തന്റെ പ്രൈവറ്റ് ചാപ്പലിലേക്ക് പോകും, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളവിടെ ചെന്നാൽ മനസ്സിലാവും മെഴുകുതിരിയുടെ അയ്യപ്പം കാണുമെന്ന് മനസ്സിലാവും. ഇന്നലെ ഇരുന്ന മെഴുകുതിരി അത് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അണച്ചിട്ട് പിന്നെ വരുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ആ മെഴുകുതിരിയുടെ വലിയ വഴിയപ്പോൾ നഷ്ടമായിരിക്കും. അപ്പൊ ദീർഘനേരം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് വളരെയധികം അനുകരണീയമായിട്ട് തോന്നുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒത്തിരിയേറെ ഉണ്ട്. അതാണ് ഈ പ്രായം കുറവായിട്ട് എനിക്ക് തോന്നിയത്. പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം നിൽക്കുന്നു. പറയുന്നത് മറ്റുള്ളവരോട് കൂടുതൽ പറയുന്നതിനേക്കാൾ എല്ലാം ദൈവത്തോട് പറയുന്നു. ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരുപക്ഷെ സംസാരിച്ച് ഒക്കെ നടക്കുന്നതിനേക്കാളും എല്ലാം ദൈവത്തോട് പറയും, ദൈവത്തോട് സംഭാഷണം. ആ ഒരു ആത്മബലനം അതിനെ കിട്ടുന്നത് വളരെ വലുതാണ്. ഇങ്ങനെ നമ്മുടെ പിതാവിനെ നയിക്കും. 21 വർഷത്തെ പൗരോഹിത്യ ജീവിതം, 29 വർഷത്തെ ആത്മത്രാൻ ശുശ്രൂഷ. ധന്യമാണ് ഒരു കാലഘട്ടം. 140-ലധികം പേർക്ക്
വൈദിക പദ്ധതി നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ 100ഓളം പേര് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ രൂപതയിലാണ് എന്ന് എന്നോട് ഇപ്പൊ പറയുകയുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇതൊക്കെ അഭിമാനത്തിൻ്റെതായ ശുശ്രൂഷ മക്കൂർത്തനിവ്, ഇതെല്ലാം നമ്മെ ആനന്ദിപ്പിക്കുന്നതാണ്, നമ്മൾ അഭിമാനിക്കേണ്ടത്. അപ്പോൾ ഇനി ഒത്തിരി സമയമുണ്ടെങ്കിലുള്ള കാര്യങ്ങളൊക്കെ പറയാം, ഇനിയും ജനങ്ങൾ കടന്നു വരും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിതാവേ, വളരെ സന്തോഷത്തോടുകൂടി ഇന്നും ഈ രൂപതയും സ്നേഹപൂർവ്വം നയിക്കുന്നു. അങ്ങ് ജന്മദിനം ആഘോഷിക്കുമ്പോഴവയുടെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങളുടെ വൈദിക സഹോദരങ്ങളും പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരുള്ള ഏറെ സന്തുഷ്ടരാണ്. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പിതാവ് വഹിക്കാൻ കൃത്യമായ ജന്മദിന നമ്മുടെ മുൻപിൽ അദ്ദേഹത്തിന്റെ ജന്മദിന ബഹുമാനപ്പെട്ട വെള്ളിയാഴ്ച അതുപോലെ കാരണം മറ്റൊന്നിട്ടതാണ് രണ്ടുപേരും സംസാരിക്കുന്നു. അദ്ദേഹത്തിന് എനിക്ക് വലിയ പിന്നെ അതുകൊണ്ട് അതിന് ലഭിക്കുന്നത് ഒരിക്കലും ഞാൻ ദൈവനെ രക്ഷയുടെ അദ്ദേഹം പ്രവേശിച്ചു. ജന്മദിന ആശംസ വളരെ ഒരുപക്ഷെ ഇന്ന് 30 പേര് വിദ്യാഭ്യാസ അജപാട് അത് എന്നാൽ മറ്റൊരു എന്റെ വ്യക്തിപരമായി എനിക്ക് നമ്മുടെ നമ്മുടെ അതിന് നമ്മുടെ അദ്ദേഹത്തിന് സംഘടന നമ്മുടെ
നമുക്കെല്ലാവർക്കും അതേ നമ്മുടെ ജീവിതത്തിലെ രൂപതകളിൽ ഒരു പ്രിയമായ അതുകൊണ്ടാണ് അത് നമുക്ക് ഈ അവർക്ക് സസ്യവും അവിടെ പെരുമാറുന്ന കുറച്ച് പടുകുഴിക്കുന്ന പെരുമാറുന്ന അവിടെ ഈ ഒരുപക്ഷെ ഒരാൾ അത് അപ്പോ ഈ എന്നാൽ നീ നിരാശ സങ്കടം എന്റെ ആഴക്കഴിവരും നീ നീ പൈസ പിന്നീട് ചാൻസ് വളരെ വളരെ കാര്യബദ്ധതയോടെ പറയുകയും എല്ലാം അതിന്റെ ജീവിതത്തിൽ അത് സ്നേഹത്തോടെ ഗീതം 70 വയസ്സ് അതൊരു അത് ഒരു ജീവിതത്തിലെ ബൈബിൾ ഈ ഈ ലൈഫ് പരാമർശം ഏറ്റവും വർഷം ജീവിച്ച 900 വർഷം ആ വർഷം ഇനിയാണ് ജീവിതത്തില് അപ്പൊ ഇന്ന് ഒരുപക്ഷെ തെളിവ് ഒന്നാമത്തെ ഇത്രയും ഞാൻ ദൈവത്തിന്റെ ഒരു ദൈവീയമായ അതേ 1000 ഈ പ്രകാശാనికి ഒരു ഉള്ള ഒരു കൂട്ടത്തിലാണോ വേദന വിഷമിച്ചും സങ്കടത്തെ നിരാശകരക്കുന്ന അത് പരിഗ്രഹിക്കുവാൻ സാധിക്കുന്നു അറിവ്
ആ ഞാൻ ഉണങ്ങിക്കഴിഞ്ഞ അനുഭവം അതുകൊണ്ട് അദ്ദേഹത്തെ ഇത്തരത്തിലായി നമ്മുടെ അതുകൊണ്ട് സിസ്റ്റേഴ്സ് വിശ്വാസികൾക്ക് നമുക്ക് പറയാൻ ഒരു മഴ അത് സ്നേഹം നിറയെ ഫലം പറയാനുള്ള അതിന്റെ അതിന്റെ സ്നേഹ ഫലം മനുഷ്യ ഒരു നമ്മെ വിശ്വാസം പഠിപ്പിച്ചു വിശ്വാസം ജീവിക്കുവാൻ പ്രേരിപ്പിച്ചു. അപ്പൊ ഇന്ന് സ്നേഹത്തിന്റെ നമ്മെ വളരെ എത്രയോ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ അടുത്ത എനിക്ക് തോന്നുന്നത് അതോടെ ഇരുളിൽ ജീവിത നിറമുള്ള സ്നേഹത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഇനിയും ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസാഞ്ഞാനർപ്പിക്കട്ടെ ഒരുപാട് നിമിഷങ്ങൾ. സെൽവരാജ പിതാവായ വികാരി ജനറൽ കെ പീറ്ററച്ച, മുൻ വികാരി ജനറൽ ക്രിസ്തോഫച്ച, ചാൻസലർ ജോസഫ് അച്ച, മോൺസിഞ്ഞർമാരായ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഇവിടെ ആയിരുന്നു വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റ് സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. നമ്മുടെ പിതാവിന്റെ നമ്മുടെ രൂപതയുടെ അധ്യക്ഷയുടെ
75-ാം ജന്മദിനം നാം ഇന്ന് ആഘോഷിക്കുകയാണ്. അതിനായി നാം ഒത്തുചേർന്ന് ചെയ്തിരുന്നു. പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ 14-15 വയസ്സുള്ളപ്പോൾ ഈ പൗരോഹിത്യം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം എല്ലാവരും ഇന്ന് സന്തോഷത്തോടെ ഈ ജന്മദിനം ആഘോഷിക്കാൻ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. സാധാരണ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒന്നല്ല ഈ പൗരോഹിത്യം എന്നത്. ഏതൊരു ക്രിസ്ത്യാനിയും തന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് പുരോഹിതരെ. തങ്ങളുടെ ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാണ് ക്രൈസ്തവന് പുരോഹിതൻ എന്നത്. പുരോഹിതനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഒഴിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം ക്രൈസ്തവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ ജന്മം മുതൽ ജലം മരണസമയത്തെ ദേഹത്തിലിരുന്ന ഒരിറ്റ് വിശുദ്ധ ജലം നമ്മളിൽ തൊട്ട് നമ്മളെ വിശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അവിടെ പുരോഹിതനുള്ള അത്യാവശ്യമാണ്. പുരോഹിതൻ ഇന്ന് പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സമർപ്പിതരെ 6-7 മുഴം ഒരു തുണിയിൽ പൊതുങ്ങുന്നതല്ല പൗരോഹിത്യ ജീവിതം. ഇന്ന് കാണുന്ന പല വെല്ലുവിളികളും അത് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രേരണയാണ് പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഓരോ വ്യക്തി അടിയെടുത്ത് വെക്കുന്നതും. അത് നമ്മളെ കാര്യത്തില് അഹറോന്റെ ജീവിതം മുതൽ ജീവിതം വരെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ്. പൗരോഹിത്യം ജീവിതമാണ്. ആ ചെറുപ്രായത്തിൽ ദൈവസേവനം ശ്രമിച്ചുകൊണ്ട് പിതാവ് തന്റെ ജീവിതം തന്റെ പ്രിയപ്പെട്ട കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പൗരോഹിത്യ ജീവിതത്തിലേക്ക് അടിയെടുത്ത് വെച്ചത് നമുക്ക് അഭിനന്ദിക്കുകയാണ്. നീണ്ട 75 വർഷക്കാലം ആയുസാരോഗ്യം ഇരുന്നുകൊണ്ട് തന്റെ കടമകൾ പ്രത്യേകിച്ച് 29 വർഷക്കാലം തന്റെ മക്രാന്റെ ജീവിത കാലഘട്ടം ആ ശുശ്രൂഷകളും ഏറ്റവും വിശുദ്ധിയോടും വിശ്വാസത്തോടും നല്ല രീതിയിൽ ചെയ്യാൻ പിതാവിന് സാധിച്ചു. 1996 പിതാവ് മെത്രാനഗർ ഞാൻ തിരുവനന്തപുരം രൂപതയിലെ മുട്ടട കോൺവെന്റിലുണ്ട്. ആ സമയത്ത് പിതാവിന്റെ മെത്രാഭിഷേകത്തിന് തുടങ്ങിയതായിരുന്നു. ആ സമയത്ത് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അന്ന് മുതൽ പിതാവിനെ പലപ്പോഴും പല കാര്യങ്ങൾ കണ്ണുനോക്കുകയും അടുത്ത ഇടപെടുകയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് മാറി പല രൂപകളിൽ പോയി, പ്രത്യേകിച്ച് കണ്ണൂർ രൂപതയ്ക്ക് പോയപ്പോൾ അവിടെ അഭിനന്ദ ചക്കാലക്കൽ പിതാവ് ഇടപെടാൻ സാധിച്ചു. അവിടെ നിന്ന് മാറി നേരിട്ട് വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് മാറി ചക്കാലക്കൽ പിതാവാണ്, പിതാവാണ്, രൂപ ഭാവ എല്ലാം ഒരുപോലെ ആയിരിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല. അങ്ങനത്തെ ഒരു പ്രകടമായിരുന്നു. അപ്പൊ അതേ തുടർന്ന് പല വർഷം നെയ്യാറ്റിനായിരിക്കുമ്പോൾ പിതാവ് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഉള്ളകൂടെ ഇടവകയിലായിരുന്നപ്പോൾ അവിടെ ഇടവകയിൽ പ്രതിസന്ധി വന്നപ്പോൾ പിതാവിന്റെ മുന്നിൽ കാണുമ്പോൾ ഒത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പിതാവ് നല്ല തിരക്കും ജോലിയൊക്കെ അതെന്നെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാം ശ്രമിക്കുകയും തുടർന്ന് പിതാവ് അതിനെ വഴികളൊക്കെ പറഞ്ഞു തരികയും തുടർന്ന് ഈ ക്രിസ്തുവാസനെ പോയി കാണുവാൻ അച്ഛൻ പറയുന്ന വഴികളൊക്കെ ചെയ്യുന്നു. അച്ഛൻ നയിക്കുന്നതൊക്കെ പറഞ്ഞ് നല്ല ധൈര്യപ്പെടുത്തിക്കൊണ്ട് പിതാവ് അതിനെ തുടർന്ന് പ്രശ്നം തീരുന്നത് വരെ പിതാവ് കാര്യങ്ങൾ ചോദിക്കുകയും ക്രിസ്തുവാസനെ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ചില അനുഭവങ്ങളുണ്ടോ. അത് എനിക്ക് മാത്രമായിരിക്കത്തില്ല, എനിക്ക് എല്ലാ സന്യസ്തർക്കും അവരുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ സന്യാസി ജീവിതത്തിലും അതുപോലെ സഭ കോൺഗ്രിഗേഷനിൽ അവരുടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിതാവ് കൂടെ നിന്നുകൊണ്ട് പിതാവ് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് അതിന് തക്ക വൈദികരെ കണ്ടെത്തി ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് ആ പ്രശ്നം പരിപൂർണമായിട്ട് തീരുന്നത് വരെ പിതാവിന്റെ പ്രാർത്ഥനയും പൂർണ്ണ സപ്പോർട്ടവും എല്ലാവർക്കും ലഭിക്കുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ വൈദികനെയും സന്യസ്തനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പിതാവാണ്. ഏത് കാര്യത്തിനും ഇരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും പിതാവിന് വ്യക്തിപരമായിട്ട് അറിയാം. അല്ല പിതാവിന് ഓരോ പേര് പറക്കത്തില്ല. 75 വയസ്സിൽ നിന്ന് ചെറുപ്പം പോലെയാണ് ഒരു പറഞ്ഞു.
ഇന്ന് കണ്ടാൽ ഓരോ സിസ്റ്റേഴ്സിനെ പേര് ശരിയാണ്. അച്ഛന്മാരെ നിങ്ങൾ എപ്പോഴും കൂടെ കാണുന്ന മറക്കത്തില്ല. പക്ഷെ നമ്മളൊക്കെ മുട്ടുന്നു വർഷത്തിലല്ലേ നമ്മൾ ഇതൊക്കെ വരുമ്പോൾ. പക്ഷെ എവിടെ വെച്ച് കണ്ടാലും എന്റെ അനുഭവമല്ല മറ്റു സിസ്റ്റർ ഇപ്പൊ എന്നോട് കാണുമ്പോൾ മറ്റുള്ള സിസ്റ്റേഴ്സിനെ പേര് ചോദിച്ചാണ് കേൾക്കുന്നത്. ആ സിസ്റ്റർ ഈ സിസ്റ്റർ അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു പിതാവ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരു പിതാക്കളും കൈവശം പറ്റാത്ത ഒരു ക്വാളിറ്റി പിതാവാണ്. വ്യക്തിപരമായിട്ട് പേരായിട്ട് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുകയും അങ്ങനെ നമ്മളുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരു പിതാവ്. കഴിഞ്ഞ 29 വർഷക്കാലം പ്രത്യേകിച്ച് സന്യസ്തരായ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും മറ്റെല്ലാ തരത്തിലും പിതാവിനോട് ഒട്ടനവധി നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കഷ്ടബോധവും തുടർന്ന് പിതാവ് നമ്മുടെ കൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. തുടർന്ന് പിതാവിന് അടുത്ത യേശുക്രിസ്തു പറഞ്ഞ പോലെ തുടർന്ന് പല ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ ജഗതിരിശ ഇടവരുത്തുന്ന പ്രാർത്ഥിക്കുകയും ഇന്നത്തെ ഈ ദേശത്തിന്റെ എല്ലാവിധ ആശംസകളും തുടർന്ന് മാധ്യമങ്ങളിലൊക്കെ വായിച്ച് ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. അപ്പം ഈ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് പോകാൻ അമരത്തിലെന്ന് ശാന്തമായി ചുക്കാൻ പിടിക്കാൻ പിതാവിന് എപ്പോഴും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആയുസ്സും ആരോഗ്യവും എല്ലാവരും കൂടിയിരിക്കുന്ന സന്യസ്തരുടെയും മറ്റ് എല്ലാ സഹോദരങ്ങളും പേരുകയും ആത്മാർത്ഥമായി നേരുകയും ചെയ്യുന്നു. പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ, ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസാ ഞാൻ അർപ്പിക്കട്ടെ. ഒരുപാട് നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങളും ആയുസ്സും ആരോഗ്യ സൗഖ്യവുമായി വിരിഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ. പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ, പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ, ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസാ ഞാൻ അർപ്പിക്കട്ടെ. ഒരുപാട് നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങളും ആയുസ്സും ആരോഗ്യ സൗഖ്യവുമായി വിരിഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ. പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ, പുണ്യദിനമല്ലേ ഇന്നു നിൻ ജന്മദിനമല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അനുഗ്രഹീത ദിനത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും ആശംസിപ്പിക്കുക. ഇന്ന് 75ാം ബർത്ത്ഡേ അറിയാം, 26ാം ബർത്ത്ഡേ ഈ നിലയിൽ 75 തികഞ്ഞു നിൽക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ നിയാത്മിക തൂവതയും എപ്പിസ്കോപ്പൽ മിനിസ്റ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിന്റെ വീഡിയോയിൽ ആലോചിക്കുകയായി. വിജയകരമായ യാഥാർത്ഥ്യമായിട്ട് ഫെബ്രുവരി മാസം 8-ാം തീയതി സാക്ഷാത്കാരം നിയമിച്ചിരിച്ചൊരു അറിയിപ്പ് വന്നപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ച ദിവസമാണ് കാരണം തുന്റെ പിൻഗാമിയായ ഒരാളാണ് നിയമിച്ചിരിക്കാൻ യോഗ ഒരു ബിഷപ്പ് ഒരു വർഷം 1 വർഷം 2 വർഷം 2.5 വർഷം 3 വർഷം കിടന്ന വൈബികൾ മത്സരം നേടാൻ
സിസ്റ്റേഴ്സിന്റെ ഇടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നേടിയത് എന്നെ കേരളത്തിലെ ശക്തം വളരെ വലുതായി അഭിനന്ദിച്ചു പറയുകയും ചെയ്തു. സെൽവരാജ പിതാവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുക, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ എന്നോട് പറയുക സമ്മതിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫിന്റെ ഒരു എനിക്കറിയാമായിരുന്നു ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു 5 നിമിഷമൊക്കെ പറഞ്ഞാൽ മതി, 20 മിനിറ്റ് വരെ പ്രസംഗിച്ചു എന്ന് സാധ്യത. ഇങ്ങനെയൊക്കെ ഒരു വർഷം നമ്മുടെ ചാൻസുകൾ പറഞ്ഞത് പിതാവിനെ ഞാൻ പറഞ്ഞു അത് മനസ്സിലിരിക്കട്ടെ. ഈ ദൗത്യത്തിന് ആവശ്യമില്ലാത്ത കാണിച്ച് സുനോത്തുകയോ വിശ്വാസ ശക്തീകരണം ഇല്ലാതാകുന്നതാണ്. ദിവ്യ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ആഘോഷവും നടത്താം. ചെറിയ അപ്പൊ പറഞ്ഞു നാട്ടിലുള്ള എല്ലാവരെയും ഒന്നും ആവശ്യമില്ല. വൈദിക കൊളാബറേറ്റേഴ്സ് സിസ്റ്റേഴ്സിന്റെ ഇടപെടലുകയും അജപാലത്തിൽ വികാര്യമായി അതുകൊണ്ട് ലൈബ്രറിയിൽ ചുമത്തി ലഭ്യമായ ആഘോഷങ്ങളുടെ പ്രസ്താവിച്ചു. ഇവിടെ ഒരു ഗുണമുള്ളത് സീനിയർ യൂസി തൊട്ടടുത്ത ഇപ്പോഴത്തെ ഇത് പറയുന്നതല്ല. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയൊക്കെയാണ് തർക്കിക്കാൻ വരാതെ. അതുകൊണ്ട് എനിക്ക് നല്ലതിലും ഉണ്ടാകാം. അങ്ങനെ മുന്നോട്ട് ഈ ആഘോഷം നടത്തണം, ആർഭാടം നടത്തണം എന്ന് പറയുമ്പോൾ ഞാൻ സുവിശേഷത്തിൽ കാണുന്ന ഓർക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ജീവിക്കാൻ വേണ്ടെങ്കിൽ പറവൂരം മൃഗങ്ങൾക്ക് ആവളങ്ങളെന്നത് മനുഷ്യരിക്കഞ്ഞ് അരച്ചിരിക്കാൻ സ്വന്തമില്ല. വലകായ്ക്കാൻ ഇവമില്ലാത്ത മനുഷ്യ ദൈവപുത്രനാണ് സെപ്റ്റംബർ 20, 27 ദേശീയ ആഹ്വാനം നടത്താൻ അതിനാൽ ഇന്ന് ഒരു 80 അച്ഛന്മാർ ഒരു മറ്റൊരു കേസം വരുമായിരിക്കും. അത്രയും നന്നാണ് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഏകദേശം നിറവേറെ 40 ഇത് തന്നെ കൂടുതലാണ്. വർണ്ണമുള്ള കൊല്ലായിരം ഞാൻ ഭംഗി അറിയായിരുന്നു. കർത്താവിനോട് എനിക്കിടക്കം പ്രാർത്ഥന.
Practically 85 to 2000 ഒരു വിശ്വാസത്തിലോ തത്വശാസ്ത്രത്തിലോ ഒരു എക്വേസിയാസ്റ്റിക്കലി നോർത്ത് വേദിയിലുള്ള വൈദികരെയായ ബിഷപ്പ്സാരെ നിയമിച്ചിരിക്കുന്നത്. ഞാനും ഇവിടെ ഡോക്ടറേറ്റിലായതായ ഞാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് ബിഷപ്പാറ്റുകയാണ്. അല്ലാതെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ വ്യക്തിമണിത്വം കൊണ്ടോ ഇത്ര തെറ്റുകളിൽ എന്തിന് ബിഷപ്പാറ്റുമെന്ന് നിഹൂനെ ചോദിച്ചു. അദ്ദേഹം പറയുന്നു, this is a young righteous, a new righteousness, a young bishop. അതാണ് എനിക്ക് അനുഭവം. ഇങ്ങനെ വർഷങ്ങൾ കടന്നു 1975 വരെ വികാരിയായിരുന്നു. എൻ്റെ യുഗാംഗ എല്ലാവിധം കൊടുത്ത് എല്ലാവിധം ഒരു ഞായറാഴ്ച അവരുമായി ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. കൊല്ലുവാനുള്ള അത് കേന്ദ്ര ഓഫീസിനകത്ത് എന്നെ പരിരക്ഷിക്കുന്നു. കൊച്ചച്ഛൻ്റെ തർക്കങ്ങളിലുള്ള കൊച്ചച്ഛനെ അയക്കുന്നത് അവിടുത്തെ തർക്കങ്ങളിലേക്ക് വെച്ച് പറയുന്ന അവർ പറയുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. തർക്കങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് ഇനി അവിടെ പോയി പോലും ഒരു കാര്യം ചോദിച്ചു, എന്താണ് അതുകൊണ്ട് അവരാരും എന്നോട് മുൻ തർക്കങ്ങളിൽ സംസാരിച്ചു. ഞാൻ പാലിച്ചു, അവരും സമാധാനമാണ്, സന്തോഷമേ. 28 മാസം കാര്യങ്ങൾ യഥാർത്ഥം വലിയ കരച്ചാൽ ഞാൻ ആരുണ്ടോ ആരും കരയേണ്ട, ചിരിച്ചാൽ അല്ല ഇത്ര ചെയ്തിട്ടൊരാള് പിന്മാറുണ്ടോ നല്ല പറയുന്ന ജീവിതത്തിലെ സന്യാസത്തിന്റെ അധ്യാനം എന്ന് പറഞ്ഞ വലിയ സമാധാനങ്ങളുടെ സന്തോഷമില്ല. സഹനങ്ങൾ ഞാൻ ചോദിച്ചു, സന്യാസം അർത്ഥം അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. എന്താണ് ഞാൻ പറയുന്നത്? സന്യാസം ഭർത്താവിന്റെ ജീവിതം സഹനമായ എൻ്റെ അടുത്ത് സാഹചര്യവും പുലർത്തി തന്നെ കുറ്റം പറയുന്നത്, നീ എന്തെങ്കിലും കുറ്റം പറയുന്നത് ഇങ്ങനെയൊക്കെ ആരോടും ചോദിച്ചു. അതാണ് യജമാനൻ സന്യാസിയെന്ന് കാണുന്നില്ല. അതുകൊണ്ട് വൈദികരെ വളരെ തുറന്ന മനസ്സോടെ സ്നേഹിക്കുന്നു, ഇടപെടുന്നു. വയറ് ചെയ്ത് അവസാനം ഞാൻ പറയുന്നു, ഇതൊക്കെ നമ്മൾ ഇരിക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങളാണ്. വയറ് ചെയ്യുമ്പോൾ വലിയ സജീവൻ ചിലർക്ക് കേൾക്കാനാണ്, ചിലർക്ക് കുറെ കീഴാണ് ഇവരെ നയിക്കുന്നത്. ഇടയനെ സുവിശേഷത്തിൽ പറഞ്ഞത് അത് ഞാൻ മാത്രമല്ല വൈദികത്തെ സംഭവമാണ്. വിശ്വാസമുള്ളതോട് സഹോദരൻ സഹോദരന്റെ സ്നേഹത്തിൽ സ്വപ്നം ചെയ്യും. തർക്കം പരിഹരിക്കാൻ കുറച്ചു പേരുള്ളൂ. തർക്കം പരിഹരിക്കേണ്ട നമ്മൾ തന്നെയാണ്.
ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും സമർപ്പിക്കാറുണ്ട്. അതിൻ്റെ ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ചാൻസലർ ആയിരുന്നു എൻ്റെ സിസ്റ്റംസ് പുതിയതായിരുന്നു ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയായ സംവിധാനവ് അതേ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 15 ചെയ്യും. അദ്ദേഹത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളുടെ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ഇനിയൊരു കൺക്ലൂഷൻ ഡോക്ടർ ഞാൻ ചെയ്യുന്നില്ല. കൺക്ലൂഷൻ ഡോക്ടർ ഓരോ നമുക്ക് ജീവിതത്തിൽ സുഖമാത്രമുള്ളവരായ മതത്വം ആർജിച്ചിട്ടില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മതത്വം ആർജിച്ചിട്ടുള്ളത്. That is the way of human life. That is the basis of God's blessings. കർത്താവ് ആശ്രയിക്കുകയും രക്ഷ നൽകുന്നു. കർത്താവിനൊപ്പം സ്നേഹിക്കുന്നുള്ള രക്ഷയെല്ലാം സമ്മതിക്കാൻ നല്ല സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്പരക്കനാളെയും രക്ഷ നൽകാൻ സാധിക്കാത്ത പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. രക്ഷ എഴുതാനല്ല സാധിക്കുന്നത് ദൈവത്തിൽ ഇത് എല്ലാവരും ആലോചിക്കണം, വായിക്കണം, ഓർക്കണം. സഹനമില്ലാത്ത ജീവിതമില്ല, സന്തോഷമില്ലാത്ത ജീവിതം, സുഖം യാത്രമുള്ള ജീവിതം, ദുഃഖം കൊണ്ടുള്ളതാണ് ജീവിതം. എല്ലാം യാത്ര സംയുക്തമായ ഒരു ജീവിതമാണ് നമ്മൾ എത്തിയത്. ജീവിതത്തിൽ ദൈവത്തിലെ അനുഗ്രഹങ്ങൾ നമ്മുടെ ശ്വസിക്കും. സൂര്യനെങ്കിൽ ചന്ദ്രനെ നമ്മുടെ മുഖം ശ്വസിക്കും. ഈ ദൈവിക ദൈവത്വം നമുക്ക് ദൈവത്തിൽ നമ്മൾ ജീവിക്കുകയും 75 പറഞ്ഞു 50 അത്രയൊന്നുമില്ല, അത് 110 വരെയൊക്കെ എല്ലാവരും നിങ്ങളുടെ സാന്നിധ്യത്തിനും ഒക്കെ നന്ദി. കർത്താവ് Let us invoke God's blessings. The Lord be with you. May Almighty God bless you, the Father and the Son and the Holy Spirit. Let us bless the Lord. Thanks.